സത്യത്തെപ്പറ്റിയും മരണാനന്തര ജീവിതത്തെപ്പറ്റിയുമുള്ള അറിവ് തേടി യമധർമ്മ രാജാവിൻ്റെ അടുത്ത് വരെ പോയ ഒരു ബാലനുണ്ട് പുരാണത്തിൽ, നചികേതസ്. ഇന്ന് നചികേതസിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വാജശ്രവസ് എന്നു പേരായ ഒരു സന്യാസി ഉണ്ടായിരുന്നു, മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായിട്ടാണ് നചികേതസ് ജനിച്ചത്. വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ തൻ്റെ പിതാവ് പൂജകളും യജ്ഞങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നചികേതസ് എന്ന് നോക്കി നിൽക്കും, സംശയങ്ങളും ചോദിക്കും. അപ്പോൾ പിതാവിന് ഇവൻ വളരെ ബുദ്ധിമാനാണ് എന്ന് മനസ്സിലായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവന് വിദ്യാഭ്യാസം തുടങ്ങണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ നചികേതസിന് ഏകദേശം 8 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ പിതാവിനോട് ചെന്ന്, പിതാവേ, അങ്ങ് എപ്പോഴാണ് എന്നെ കൊണ്ട് യജ്ഞം ചെയ്യിപ്പിക്കുന്നത്? എനിക്ക് യജ്ഞം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, നിനക്ക് വിദ്യാരംഭത്തിനുള്ള സമയമായി, അതുകൊണ്ട് ഉടൻ തന്നെ ഞാൻ നിനക്ക് വേണ്ടി ഒരു ഗുരുവിനെ തേടി കണ്ടുപിടിക്കുന്നതാണ്. അങ്ങനെ വാജശ്രവസ് എന്ന ഈ മഹർഷി തൻ്റെ മകനെയും കൊണ്ട് കാട്ടിൽ ഒരു ഗുരുകുലത്തിൽ ചെന്നു. അവിടെ അവനെ ഗുരുവിൻ്റെ അടുത്ത് ആക്കി. അങ്ങനെ ആ ഗുരുകുലത്തിൽ താമസിച്ച് നചികേതസ് പഠനം തുടങ്ങി. അവിടെ അവനൊപ്പം ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നചികേതസ് കുട്ടികളുടെ കൂടെ കാട്ടിൽ കാലി മേയ്ക്കാൻ പോയി. അപ്പോൾ ചില പശുക്കൾ പുല്ലൊന്നും തിന്നാതെ വെള്ളമൊന്നും കുടിക്കാതെ മരച്ചുവട്ടിൽ പോയി കിടക്കുന്നത് നചികേതസ് ശ്രദ്ധിച്ചു. അപ്പോൾ അവൻ തൻ്റെ സുഹൃത്തുക്കളോട് എന്തുകൊണ്ടാണ് ഈ പശുക്കളെ വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും ഇങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞു, അത് പ്രായമായ പശുക്കളാണ്, അവയ്ക്ക് സുഖമില്ല, ക്ഷീണിതരാണ്, അതുകൊണ്ടാണ് അവ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നചികേതസ് ചിന്തിച്ചു, പ്രായമാകുക എന്നൊരവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനേയും. അതവൻ തൻ്റെ സുഹൃത്തിനോട് പറയുകയും ചെയ്തു. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, സ്വർഗ്ഗലോകത്ത് ആർക്കും പ്രായമാകാറില്ല, ദേവന്മാർക്ക് ജരാനരകൾ ബാധിക്കാറില്ല. അപ്പോൾ നചികേതസ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അവിടെ എങ്ങനെ എത്താൻ പറ്റും? സ്വർഗ്ഗലോകത്ത് എത്തിയാലല്ലേ നമുക്ക് ജരാനരകൾ ഇല്ലാതാകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, അതെനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ മനുഷ്യരും അവർ ദേവന്മാരുമാണ്. ഇത് വളരെ കുഴപ്പിക്കുന്നൊരു പ്രശ്നമായിട്ട് നചികേതസിന് തോന്നി. മനുഷ്യർ പ്രായമാവുകയും അവർ മരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വർഗ്ഗലോകത്ത് ദേവന്മാർ മരിക്കുന്നില്ല, അവർക്ക് പ്രായവുമാകുന്നില്ല. അങ്ങനെ കുറേ ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. അപ്പോൾ നചികേതസിന് ഒരു സുഹൃത്തിനെ കിട്ടി. അതൊരു മാൻകുട്ടിയായിരുന്നു. ഈ മാൻകുട്ടി എപ്പോഴും നചികേതസിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. നചികേതസ് അവന് പുല്ല് കൊടുക്കുകയും വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്തു. ഉറങ്ങുമ്പോൾ പോലും ഈ മാൻകുട്ടി നചികേതസിൻ്റെ അടുത്ത് വന്ന് കിടന്നു. അങ്ങനെ ഇവർ തമ്മിൽ നല്ലൊരു സൗഹൃദം ഉടലെടുത്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഈ മാൻകുട്ടി അനങ്ങാതെ കിടക്കുന്നത് നചികേതസ് കണ്ടു. അവൻ അതിനടുത്ത് ചെന്ന് അതിനെ വിളിച്ചു, മടി പിടിച്ച് കിടക്കുകയാണോ, എഴുന്നേറ്റ് വാ, നമുക്ക് കാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ അത് അനങ്ങുന്നതേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂട്ടുകാരൊക്കെ കൂടെ ഓടി വന്നിട്ട് അവനോട് പറഞ്ഞു, നചികേതസേ, നീ ഇതിനെ വിളിച്ചിട്ട് കാര്യമില്ല, ഇത് ചത്തുപോയതിനാൽ അതിനെ എഴുന്നേൽക്കുകയില്ല. അപ്പോൾ നചികേതസ് ചോദിച്ചു, ചത്തുപോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു കൊടുത്തു, ചത്തുപോയി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ജീവനില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നചികേതസിന് വീണ്ടും സംശയമായി, പിന്നെ ജീവൻ എവിടെ പോയി? അവൻ്റെ സങ്കടം കണ്ട സുഹൃത്ത് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, അവൻ്റെ ജീവൻ മറ്റേതോ ജീവിയിൽ ചെന്ന് കാണും, അവന് പുനർജന്മം ഉണ്ടായി കാണും, മരണം ഒരിക്കലും ഒരു അവസാനമല്ല. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിന്നിരുന്ന മറ്റൊരു സുഹൃത്ത് പറഞ്ഞു, അല്ല, മരണം എന്തിൻ്റെയും അവസാനമാണ്, മരണത്തിന് ശേഷം ജീവിതമില്ല. അങ്ങനെയല്ല എന്ന് മറ്റേ സുഹൃത്ത് പറഞ്ഞു, മരണത്തിന് ശേഷം ജീവിതമുണ്ട്, ജീവൻ മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കുകയും അവിടെ ജീവൻ വീണ്ടും തുടരുകയും ചെയ്യും. ഇത് സമ്മതിച്ചു കൊടുക്കാൻ രണ്ടാമത്തെ സുഹൃത്ത് തയ്യാറായില്ല. മരണമാണ് ജീവിതത്തിൻ്റെ അവസാനമെന്ന് അവൻ ഉറപ്പായും പറഞ്ഞു. ഈ തർക്കം കേട്ടുകൊണ്ട് നചികേതസ് മിണ്ടാതിരുന്നു. അവന് അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു, എന്താണ് സത്യം? ശരീരം ഇല്ലാതാകുന്നതോടെ ഒരാൾ മരിക്കുന്നുണ്ടോ, അതോ അതിന് ശേഷം ഒരു ജീവിതമുണ്ടോ? അവൻ തൻ്റെ ഗുരുവിനെ സമീപിച്ചിട്ട് ഈ സംശയം ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞത്, വളരെ വിഷമം പിടിച്ച ഒരു ചോദ്യമാണ് കുഞ്ഞെ, എനിക്കതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. മാത്രമല്ല, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഗുരുമുഖത്ത് തന്നെ കിട്ടണമെന്നില്ല. അത് നമ്മൾ സ്വയം ആലോചിച്ചും അന്വേഷണം നടത്തിയും കണ്ടുപിടിക്കേണ്ടതാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് അറിയാത്തതുകൊണ്ട് നീ അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചേ തീരൂ. അങ്ങനെ നചികേതസ് ഈ ചോദ്യത്തിന് ഉത്തരം തേടണം എന്ന് മനസ്സിൽ നിശ്ചയിച്ചുറച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. ഒരിക്കൽ നചികേതസിന് ഗുരുകുലത്തിലേക്ക് അവൻ്റെ പിതാവ് അയച്ച ഒരു സന്ദേശവാഹകൻ വന്നു. വാജശ്രവസ് മുനി തൻ്റെ ആശ്രമത്തിലൊരു യജ്ഞം നടത്തുന്നുണ്ടെന്നും ആ യജ്ഞത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നചികേതസിനെ വീട്ടിലേക്ക് അയക്കണമെന്നുമായിരുന്നു ഈ സന്ദേശവാഹകൻ പറഞ്ഞത്. അപ്പോൾ ഗുരു നചികേതസിനെ വിളിച്ചിട്ട്, നീ നിൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയിക്കൊള്ളൂ, അവിടെ ഒരു യജ്ഞം നടത്തുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതിയെന്ന് പറഞ്ഞു. ഈ സന്ദേശം കൊണ്ടുവന്ന ആൾക്കൊപ്പം നചികേതസ് തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് നചികേതസ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ സന്ദേശവാഹകനോട് എന്ത് യാഗമാണ് വീട്ടിൽ നടത്തുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അതൊരു വലിയ യാഗമാണ്, അതിൻ്റെ പേര് വിശ്വജിത്ത് എന്നാണ്. അപ്പോൾ നചികേതസ് ചോദിച്ചു, ഈ വിശ്വജിത്ത് യാഗം നടത്തുന്നത് എങ്ങനെയാണ്, അതിൻ്റെ രീതികൾ എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്?
അപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു, അത് പുണ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ചെയ്യുന്ന യാഗമാണ്, ആഗ്രഹിക്കുന്നതെന്തും ഈ യാഗം വഴി കിട്ടും. പക്ഷേ ഇതിൽ ചെയ്യേണ്ടത് ഈ യാഗം നടത്തുന്ന ആൾ തനിക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം. അപ്പോഴാണ് ഈ യാഗം പൂർത്തിയാവുക. അതാണ് ഈ യാഗത്തിൻ്റെ പ്രധാന കർമ്മം. അങ്ങനെ നചികേതസ് അപ്പോഴേക്കും തൻ്റെ ആശ്രമത്തിൽ എത്തിച്ചെന്നപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട്. നചികേതസ് തൻ്റെ പിതാവിനെ സഹായിച്ചുകൊണ്ട് ഈ യാഗത്തിൽ പങ്കെടുത്തു. വിറവ് കൊണ്ടുവരിക, യാഗശാല വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നചികേതസ് വളരെ നിഷ്ഠയോടെ ചെയ്തു. അപ്പോൾ പിതാവ് നചികേതസിനോട്, നമുക്ക് ദാനം ചെയ്യാനുള്ള പശുക്കളെ ഞാൻ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്, നീ എൻ്റെ ശിഷ്യന്മാരോടൊപ്പം പോയിട്ട് ആ പശുക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ നചികേതസ് തൻ്റെ പിതാവിൻ്റെ ശിഷ്യന്മാരോടൊപ്പം അദ്ദേഹം ദാനം ചെയ്യാനായിട്ട് തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന പശുക്കളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ രോഗികളായ, കറവ പറ്റിയ, ക്ഷീണിച്ച കുറേ പശുക്കളെയാണ് പിതാവ് ദാനം ചെയ്യാൻ നിർത്തിയിരിക്കുന്നത് എന്ന് നചികേതസ് കണ്ടു. ഇതൊരു ശരിയായ കാര്യമായിട്ട് നചികേതസിന് തോന്നിയില്ല. നാം ദാനം ചെയ്യുമ്പോൾ നമുക്കുള്ള ഏറ്റവും വിശിഷ്ടമായ സാധനങ്ങളെ വേണമല്ലോ ദാനം ചെയ്യാൻ എന്ന് നചികേതസ് ചിന്തിച്ചു. പക്ഷേ തൻ്റെ പിതാവ് ഒരു ദരിദ്രനാണ്, അദ്ദേഹത്തിന് ഈ പശുക്കളല്ലാതെ മറ്റൊന്നും ദാനം ചെയ്യാനില്ല എന്നും നചികേതസിന് അറിയാമായിരുന്നു. അപ്പോൾ നചികേതസ് ചിന്തിച്ചു, എൻ്റെ പിതാവിൻ്റെ കയ്യിൽ ദാനം ചെയ്യാൻ മറ്റെന്തായിരിക്കും ഉള്ളത്, അദ്ദേഹത്തിനുള്ള ഏറ്റവും നല്ല സാധനം എന്തായിരിക്കും? ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ കൊണ്ടുവന്ന ആൾ പറഞ്ഞത് നമുക്കുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും നല്ല വസ്തുക്കൾ നമ്മൾ ദാനം ചെയ്യണം എന്നല്ലേ. അദ്ദേഹത്തിൻ്റെ മകനായ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തമാണല്ലോ, എനിക്ക് ആരോഗ്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ദാനം ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വസ്തു ഞാൻ തന്നെയാണ്. അദ്ദേഹത്തിനുള്ളതെല്ലാം ദാനം ചെയ്യുകയാണെങ്കിൽ അതിൽ ഞാനും ഉൾപ്പെടുമല്ലോ. ഒരു പക്ഷേ ഈ പശുക്കൾക്ക് ശേഷം അദ്ദേഹം എന്നെയും ദാനം ചെയ്യുമായിരിക്കും. ഇത് ചിന്തിച്ചുകൊണ്ട് നചികേതസ് തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഈ പിതാവ് ഓരോ ബ്രാഹ്മണരെയായിട്ട് വിളിച്ച് അവരുടെ കാല് കഴുകിപ്പിച്ച് അവർക്ക് ഓരോ പശുക്കളെയായിട്ട് ദാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കർമ്മത്തിൽ മുഴുകി കുനിഞ്ഞിരിക്കുകയായിരുന്ന പിതാവിൻ്റെ തൊട്ട് പിന്നിൽ ചെന്ന് നിന്നുകൊണ്ട് നചികേതസ്, പിതാവേ, അങ്ങ് എപ്പോഴാണ് എന്നെ ദാനം കൊടുക്കാൻ പോകുന്നത്, അങ്ങ് ആർക്കാണ് എന്നെ കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഇത് ഇവന് അറിവില്ലാതെ തമാശയ്ക്ക് പറയുകയായിരിക്കും എന്ന് കരുതി പിതാവ് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ നചികേതസ് ഒന്നുകൂടി ചോദിച്ചു, പിതാവേ, അങ്ങ് ആർക്കാണ് എന്നെ ദാനം കൊടുക്കുന്നത്? അപ്പോഴും അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. പക്ഷേ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അപ്പോൾ നചികേതസ് ഒന്നുകൂടി ചോദിച്ചു, പിതാവേ, അങ്ങ് ആർക്കാണ് എന്നെ ദാനം ചെയ്യുന്നത്? അപ്പോൾ വല്ലാതെ ദേഷ്യം വന്ന പിതാവ്, നിന്നെ ഞാൻ യമനാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. തൻ്റെ വായിൽ നിന്ന് ഈ വാക്ക് പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴേ തനിക്ക് പറ്റിയ അബദ്ധം ഇദ്ദേഹത്തിന് മനസ്സിലായി. താൻ തൻ്റെ മകനെ യമന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി കൊടുക്കാതെ തരമില്ല. നചികേതസ് ആണെങ്കിൽ സത്യവാദിയുമാണ്, അവൻ സത്യം മാത്രമേ ചെയ്യുകയുള്ളൂ. ആ നിമിഷം തന്നെ അവൻ യമൻ്റെ അടുത്തേക്ക് പോകാൻ തയ്യാറാവുകയും ചെയ്തു. പിതാവിന് ഇത് വലിയ വിഷമം ഉണ്ടാക്കി. അദ്ദേഹം പറഞ്ഞു, യമധർമ്മദേവൻ മരണലോകത്താണ് താമസിക്കുന്നത്, അങ്ങോട്ടേക്ക് നിനക്ക് പോകാൻ പറ്റില്ല. പക്ഷേ നചികേതസ് പറഞ്ഞു, അങ്ങനെ യമന് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ഇനി യമൻ്റെ സ്വന്തമാണ്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നചികേതസ് യമലോകത്തേക്ക് പോയി. അങ്ങനെ നടന്ന് നചികേതസ് യമലോകത്തിൻ്റെ കവാടത്തിനടുത്തെത്തി. അവിടെ നിന്ന് കാവൽക്കാരനോട് താൻ നചികേതസ് ആണെന്നും തന്നെ തൻ്റെ പിതാവ് യമരാജാവിന് വേണ്ടി ദാനം നൽകിയതാണെന്നും പറഞ്ഞു. ആ സമയത്ത് യമധർമ്മദേവൻ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം പുറത്തെവിടെ പോയിരിക്കുകയായിരുന്നു. ഇതറിഞ്ഞ നചികേതസ് ആ കവാടത്തിന് പുറത്ത് അദ്ദേഹത്തെ കാത്തിരിക്കാൻ തീരുമാനിച്ചു. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. വെള്ളവും ഭക്ഷണവുമില്ലാതെ നചികേതസ് ആ കവാടത്തിനടുത്ത് യമധർമ്മദേവനെ കാത്തിരുന്നു. അങ്ങനെ 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ യമധർമ്മദേവൻ വന്നു. കവാടത്തിനടുത്ത് ഒരു ചെറിയ കുട്ടി നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. അപ്പോൾ അവനോട്, നീ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നചികേതസാണ്, ഞാൻ വാജസ്രവസ് മഹർഷിയുടെ മകനാണ്. അദ്ദേഹം വിശ്വജിത്ത് യാഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ അങ്ങേക്ക് ദാനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ യമധർമ്മദേവൻ പറഞ്ഞു, മരിക്കാത്ത ആർക്കും ഈ കവാടം കടന്നകത്തേക്ക് പ്രവേശനമില്ല. പക്ഷേ നിൻ്റെ ആയുസ് പ്രകാരം നിനക്കിനി ഒരുപാട് കാലം ജീവിതം ബാക്കിയുണ്ട്. അങ്ങനെയുള്ള നിന്നെ എനിക്ക് അകത്തേക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ 3 ദിവസത്തോളം നീ എന്നെ ഇവിടെ കാത്തു നിന്നു. നിന്നെ ഇങ്ങനെ വെറുതെ കാത്തു നിർത്തരുതായിരുന്നു. അതുകൊണ്ട് ഞാൻ നിനക്ക് 3 വരങ്ങൾ തരാം. മാത്രമല്ല എനിക്കറിയാം, അതിഥിയായിട്ട് വന്ന് കയറിയ ഒരു ബ്രാഹ്മണനോട് ഞാൻ നന്നായിട്ട് പെരുമാറേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്യാത്തത് പാപമാണ്. നീ വന്നപ്പോൾ തന്നെ നിനക്ക് എൻ്റെ ലോകത്തേക്ക് പ്രവേശനമില്ല എന്ന് നിന്നെ അറിയിക്കേണ്ടതായിരുന്നു. അതെനിക്ക് പറ്റിയിട്ടില്ല. അതും എൻ്റെ കയ്യിൽ നിന്ന് വന്ന ഒരു അബദ്ധമാണ്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ നിനക്ക് 3 വരങ്ങൾ തരാമെന്ന് പറയുന്നത്. 3 വരങ്ങൾ നിനക്ക് ചോദിക്കാം. അപ്പോൾ നചികേതസ് പറഞ്ഞു, എൻ്റെ പിതാവ് വല്ലാതെ കോപിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹം എന്നെ അങ്ങേക്ക് തരാമെന്ന് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹത്തിന് പശ്ചാത്താപം തോന്നുകയും അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നുകയും ചെയ്തു. അദ്ദേഹത്തിന് ഇനി ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ശാന്തിയും സമാധാനവും കൊടുക്കണം
എന്നതാണ് എൻ്റെ ഒന്നാമത്തെ ആഗ്രഹം. അപ്പോൾ യമധർമ്മദേവൻ പറഞ്ഞു, ശരി, ഞാൻ നിനക്ക് ആ വരം തരാം. നീ തിരികെ ചെല്ലുമ്പോൾ നിൻ്റെ പിതാവ് ദേഷ്യം മാറി നിന്നെ സ്വീകരിക്കും. അദ്ദേഹം ഇനി മുതൽ രാത്രികളിൽ മധുരമായി ഉറങ്ങും. അദ്ദേഹം എന്നും സന്തോഷവാനായിരിക്കും. അങ്ങനെ രണ്ടാമത്തെ വരം ചോദിക്കാനുള്ള സമയമായി. അപ്പോൾ നചികേതസ് ചോദിച്ചു, സ്വർഗലോകത്ത് വിശപ്പില്ല, ദാഹമില്ല, ജരാനരകളില്ല, മരണമില്ല. അവർ അഗ്നിയെ പൂജിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ അഗ്നിപൂജ എനിക്ക് പഠിപ്പിച്ചു തരണം. കാരണം ഭൂമിയിലെ സ്വഭാവം ഉള്ള ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. സ്വർഗീയമായ പ്രാർത്ഥനകളാൽ ഒരു യാഗം നടത്തുന്നവർക്ക് മാത്രമേ സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ യാഗം എങ്ങനെ നടത്താം എന്ന് എനിക്ക് പഠിപ്പിച്ചു തരണം, എനിക്ക് കാണിച്ചു തരണം. യമൻ ഇക്കാര്യവും സമ്മതിച്ചു. അതുമാത്രമല്ല, താൻ നചികേതസിന് പഠിപ്പിച്ചു കൊടുക്കുന്ന യാഗം ഇനി മുതൽ നചികേത യാഗം എന്നറിയപ്പെടും എന്നും അദ്ദേഹം നചികേതസിനോട് പറഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ വരം ചോദിക്കാനുള്ള സമയമായി. നചികേതസ് ചോദിച്ചു, ചില ആൾക്കാർ പറയുന്നത് മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്നാണ്. പക്ഷെ ചില ആൾക്കാർ പറയുന്നു മരണത്തിന് ശേഷം ജീവിതമില്ല എന്നും. എനിക്ക് ഇതിലെന്താണ് സത്യം എന്നറിയണം. അപ്പോൾ യമൻ മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഇത്തരം ഒരു ചോദ്യം ഈ നചികേതസ് ചോദിക്കും എന്ന് വിചാരിച്ചിട്ടേ ഇല്ല. ഈ ഉത്തരം കിട്ടാൻ അവന് യോഗ്യനാണോ എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അദ്ദേഹം അവനോട് ചോദിച്ചു, ദൈവങ്ങൾക്ക് പോലും ഇതിൻ്റെ ഉത്തരത്തിൽ തീർച്ചയില്ല. അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു ഉത്തരവുമാണ്. അതുകൊണ്ട് നീ മറ്റെന്തെങ്കിലും ഒരു കാര്യം എന്നോട് ചോദിക്കൂ. അപ്പോൾ നചികേതസ് പറഞ്ഞു, എനിക്ക് മറ്റൊരു വരവും ആവശ്യമില്ല. അങ്ങ് മഹാജ്ഞാനിയാണ്. എനിക്ക് നചികേത യാഗം കുറച്ച് മുമ്പ് അങ്ങ് ഉപദേശിച്ചു തന്നു. അതെനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അങ്ങൊരു മഹാനായ ഗുരുവുമാണ്. അങ്ങയ്ക്കല്ലാതെ മറ്റാർക്കും എൻ്റെ സംശയം തീർത്തു തരാൻ പറ്റും. ദൈവങ്ങൾ അങ്ങയോട് ചോദ്യം ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ടല്ലേ അങ്ങ് അവർക്ക് പറഞ്ഞു കൊടുക്കാത്തത്. ഞാൻ അങ്ങയോട് ചോദിച്ചു, അതുകൊണ്ട് എനിക്ക് അതിന് ഉത്തരം കിട്ടണം. അപ്പോൾ നചികേതസ് ഒരു വിജ്ഞാനദാഹിയാണെന്നും അവൻ ഈ അറിവിന് അർഹനാണെന്നും യമധർമ്മദേവന് മനസ്സിലായി. എന്നാലും അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഞാൻ നിനക്ക് പശുക്കളെ തരാം, ആനകളെ തരാം, സ്വർണം തരാം, ഒരു രാജ്യം തന്നെ നിനക്ക് തരാം, നിന്നെ ഞാൻ രാജാവാക്കാം. പക്ഷേ ഇതിൻ്റെ ഉത്തരം നിനക്ക് പഠിക്കാൻ പറ്റില്ല. നചികേതസ് പറഞ്ഞു, അല്ല, എനിക്ക് പറ്റും, ഞാൻ ഇത് പഠിച്ചുകൊള്ളാം. അപ്പോൾ യമധർമ്മദേവൻ അവന് കുറേ അപ്സരസുകളെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഇത്ര സുന്ദരികളായ അപ്സരസുകൾ നിൻ്റെ ഒപ്പം ഭൂമിയിലേക്ക് വരും. അവർ നിനക്ക് വേണ്ടി ആടുകയും പാടുകയും ചെയ്യും. അതുകൊണ്ട് അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് നീ ഈ ചോദ്യം പിൻവലിക്കണം. അപ്പോഴും നചികേതസ് പറഞ്ഞു, ഇല്ല, എനിക്ക് ഈ അറിവ് തന്നെ വേണം. എന്ത് പ്രലോഭനങ്ങളാലും നചികേതസിനെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല എന്ന് യമധർമ്മദേവന് മനസ്സിലായി. നചികേതസ് യമധർമ്മദേവനോട് പറഞ്ഞു, അങ്ങ് എനിക്ക് വാഗ്ദാനം ചെയ്ത എല്ലാ കാര്യങ്ങളും നൈമിഷിക സുഖങ്ങൾ മാത്രമേ എനിക്ക് തരികയുള്ളൂ. അവയൊക്കെ പിന്നീട് അവസാനിച്ചു പോവും, ഇല്ലാതായിപ്പോവും. എനിക്ക് എന്നെന്നും നിലനിൽക്കുന്ന സന്തോഷമാണ് വേണ്ടത്. അതുകൊണ്ട് എനിക്ക് ഈ അറിവ് വേണം. അറിവ് എനിക്ക് സന്തോഷം തരും. അതോടെ യമധർമ്മദേവന് ഉറപ്പായി ഇവൻ പിന്തിരിയുകയില്ല എന്ന്. ലൗകിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരാളല്ല അവനെന്നും യമധർമ്മദേവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം നചികേതസിനോട് പറഞ്ഞു, കുഞ്ഞെ, മനുഷ്യർക്ക് മുന്നിൽ 2 പാതകളുണ്ട്. ഒന്ന് നല്ല പാതയും ഒന്ന് ചീത്ത പാതയും. ചില ആൾക്കാർ ഈ നല്ല പാതയിലൂടെ പോയി അവനവനെ തന്നെ കണ്ടെത്തും. എന്നാൽ ചില ആൾക്കാർ മോശം പാതയിലൂടെ പോയി സ്വയം നഷ്ടപ്പെടുത്തും. ഈ മോശം പാത എന്ന് ഞാൻ പറയുന്നത് ഭൗതിക സുഖങ്ങളുടെ പാതയാണ്. ആ പാത പിന്തുടരുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും ജനന മരണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കും. ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ശരീരമാണ് നശിക്കുന്നത്, അയാളല്ല. അപ്പോൾ നചികേതസ് ചോദിച്ചു, അപ്പോൾ ഈ ശരീരവും അയാളും ഒന്നല്ലേ? യമൻ പറഞ്ഞു, അല്ല, നീയും നിൻ്റെ ശരീരവും 2ആണ്. നീ അല്ല നിൻ്റെ ശരീരം. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. നീ ഒരു രഥത്തിൽ കയറി മുന്നോട്ട് പോകുന്നു എന്ന് കരുതുക. ആ രഥമാണ് നിൻ്റെ ശരീരം. രഥത്തിൽ നിന്നിറങ്ങി എന്നതുകൊണ്ട് നീ ഇല്ലാതാകുന്നില്ല. നചികേതസ് ചോദിച്ചു, അപ്പോൾ ഈ ശരീരത്തിൽ യാത്ര ചെയ്യുന്ന ഞാൻ എൻ്റെ ബുദ്ധിയാണോ? യമൻ പറഞ്ഞു, അല്ല, നീ ബുദ്ധിയല്ല. ബുദ്ധി എന്ന് പറയുന്നത് തേരാളിയാണ്. തേരാളിയാണ് രഥം എങ്ങോട്ട് പോകണം എന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ നചികേതസ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇന്ദ്രിയങ്ങളാണോ ഞാൻ? യമൻ പറഞ്ഞു, അല്ല, ഇന്ദ്രിയങ്ങളല്ല. ഇന്ദ്രിയങ്ങൾ കുതിരകളാണ്. ആ കുതിരകളാണ് തേര് മുന്നോട്ട് വലിച്ചുകൊണ്ട് പോകുന്നത്. നല്ല ഭക്ഷണം കാണുമ്പോൾ, നല്ല പൂക്കൾ കാണുമ്പോൾ, നല്ല സാധനങ്ങൾ കാണുമ്പോൾ, സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോഴൊക്കെ ചിലപ്പോൾ നാം അങ്ങോട്ട് നോക്കും. അങ്ങോട്ട് പോകണം എന്ന് നമുക്ക് ആഗ്രഹം തോന്നും. അത് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ഗുണമാണ്. നല്ല പൂക്കൾ മണക്കണമെന്നും നല്ല ഭക്ഷണം കഴിക്കണമെന്നും നല്ല ജലത്തിൽ കുളിക്കണമെന്നും ഒക്കെ നമുക്ക് ആഗ്രഹം തോന്നുന്നത് ഇന്ദ്രിയങ്ങൾ നമ്മളെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുന്നതാണ്.
പക്ഷേ കുതിരകളെ കടിഞ്ഞാണിട്ട് നാം നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ മനസ്സെന്ന തേരാളി ഈ കുതിരകളെ നിയന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾക്ക് വേണമെന്ന് തോന്നിയാലും അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് നമുക്ക് ആവശ്യമില്ലെന്നോ ഒക്കെ കരുതിയിട്ട് നാം അതിൽ നിന്ന് പിന്തിരിയുന്നത്. നമ്മൾ കുതിരകളെ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. കുതിരകൾ സുഖങ്ങളുടെ പിന്നാലെ പോവുകയും പാത മാറിപ്പോവുകയും ചെയ്യും. ബുദ്ധി ഉപയോഗിച്ച് കുതിരകളെ കൃത്യമായി നിയന്ത്രിക്കുമ്പോഴാണ് നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റുന്നത്. ഞാനീ പറഞ്ഞതിനർത്ഥം ഭൗതിക സുഖങ്ങൾക്ക് പിന്നാലെ പോകാനുള്ള തങ്ങളുടെ ആഗ്രഹത്തെ അടക്കുന്ന മനുഷ്യനാണ് അവൻ്റെ ലക്ഷ്യത്തിലെത്താൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കി തരാനാണ്. നിൻ്റെ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന നീ ഒരിക്കലും ജനിച്ചിട്ടുമില്ല, ഒരിക്കലും മരിച്ചിട്ടുമില്ല. നാം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നാം കൂടുതൽ ശാന്തരാകുകയും നമുക്ക് അമരരായി തീരാൻ പറ്റുകയും ചെയ്യും. നാം അമരരാണ്, ഈ ശരീരം നമ്മുടെ ഉടുപ്പ് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ യമധർമ്മദേവനിൽ നിന്ന് തനിക്ക് നേടാനുള്ള അറിവുകൾ നേടിയ നചികേതസ് അദ്ദേഹത്തെ തൻ്റെ ഗുരുവായി സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് യാത്ര ചോദിച്ച് തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പിതാവ് വളരെ സന്തോഷത്തോടെ നചികേതസിനെ സ്വീകരിച്ചു. പിന്നീട് നചികേതസ് തനിക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ആ ആശ്രമത്തിൽ ജീവിച്ചു. കഠോപനിഷത്ത് യമധർമ്മദേവൻ നചികേതസിന് ആത്മതത്വം ഉപദേശിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.